LDF സർക്കാരിന്റെ 4 വർഷത്തെ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും വികസനം സാധ്യമാക്കിയെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. ഇനിയുള്ള ഒരു വർഷം വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം ജനക്ഷേമകരമായ കാര്യങ്ങൾ നടപ്പാക്കും. കൊല്ലം ജില്ലയിലെ പരമ്പരാഗത വ്യവസായങ്ങൾക്കുൾപ്പെടെ വലിയ നേട്ടം കഴിഞ്ഞ 9 വർഷം കൊണ്ട് നേടാൻ കഴിഞ്ഞുവെന്നും KN ബാലഗോപാൽ മീഡിയയോട് പറഞ്ഞു. LDF സർക്കാർ 5ാം വർഷത്തിലേക്ക് കടക്കുന്നു. 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ജില്ലാതല പര്യടനമാണ് കൊല്ലത്ത് ഇന്ന് നടക്കുന്നത്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ചേരുന്നു. 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. 4 വർഷത്തെ പ്രവർത്തനങ്ങളുടെ എല്ലാ വിലയിരുത്തലും ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. 4 വർഷം വളരെ സമ്പൂർണമായ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റിയ എല്ലാ മേഖലയെയും പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞ ഒരു ഗവൺമെന്റ് എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ 9 വർഷമായി, 1ാം പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാരും എന്നതിലേക്ക് കണക്കാക്കുമ്പോൾ 9 വർഷമായി. ഈ തുടർച്ചയുള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഏറെ കാര്യങ്ങൾ നമുക്ക് ആദ്യം തുടങ്ങി വെച്ചത് ചെയ്തു തീർക്കാൻ കഴിഞ്ഞത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാ ജില്ലയ്ക്കും ധാരാളം കാര്യങ്ങളുണ്ട്. കൊല്ലം ജില്ലയും ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു സമയമാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് ജനങ്ങളുടെ അടുത്ത് പോയി കാര്യങ്ങൾ സംസാരിക്കുക, അങ്ങോട്ട് പറയുക മാത്രമല്ല ജനങ്ങളിൽ നിന്ന് കേൾക്കുക, ഈ 2 കാര്യമാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം അല്പം സംസാരിച്ചതിന് ശേഷം ഇവിടെ പങ്കെടുക്കുന്ന വ്യക്തികളുടെ എല്ലാ മേഖലയിൽ നിന്നുള്ള വ്യക്തികളുണ്ടാവും, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക, അതനുസരിച്ചിട്ട് ഭാവി ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ഉൾപ്പെടെ ചർച്ച ചെയ്യുക. ഇതാണ്. അപ്പോൾ എല്ലാ മേഖലയിലും ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ധാരാളം നമുക്ക് പറയാനുണ്ട്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഇനിയും ആശയങ്ങളുണ്ട്. അതിന്റെ എല്ലാം കാര്യങ്ങൾ പറയുന്ന ഒരു വേദിയായിട്ട് തന്നെ വരും. ഈ ഒരു 4 വർഷം എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് ഞെരുക്കിയ ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ അതിനിടയിലും വികസന പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് സാധിച്ചു. വികസന പ്രവർത്തനങ്ങൾ ഏറെ നടത്താൻ സാധിച്ച ഒരു ഘട്ടമാണിത്. അത് ചെലവിന്റെ കാര്യം എടുത്തു നോക്കിയാൽ തന്നെ അറിയാം. വലിയ തോതിലുള്ള സാമ്പത്തിക പിടുത്തം കേന്ദ്രം വലിയ തോതിൽ വെട്ടിക്കുറച്ചു എന്നുള്ളത് എല്ലാ മേഖലയിലുള്ള കണക്കുകൾ വ്യക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആ തടസ്സങ്ങൾ ഒക്കെ ഉണ്ടായിട്ടും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസനം എല്ലാ വകുപ്പിലും ഉണ്ടാക്കാൻ കഴിഞ്ഞൊരു ഘട്ടം തന്നെയാണ്. ഇനി കൊല്ലം ജില്ലയുടെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ പരമ്പരാഗത വ്യവസായങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊരു താങ്ങ് നൽകാൻ കഴിഞ്ഞ ഒരു സമയമായിരുന്നു. കൊല്ലം ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായം കശുവണ്ടി വ്യവസായമാണ്. പരമ്പരാഗത മേഖലയിൽ അല്പം കയറും ഉണ്ട്, കൈത്തറിയുണ്ട്. പക്ഷെ കയറിന്റെ കാര്യത്തിൽ, കൈത്തറിയുടെ കാര്യത്തിലും കശുവണ്ടിയുടെ കാര്യത്തിലും ധാരാളം ഇടപെടൽ നടത്താൻ പറ്റി. ഇൻകം ഉറപ്പായി കിട്ടുന്ന ഒരു തരത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളായ കശുവണ്ടി കോർപ്പറേഷൻ കാപ്പക്സും വർക്ക് ചെയ്യുന്നുണ്ട്. കയർഫെഡ് അതുപോലെയുള്ള കയറുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുണ്ട്. പിന്നെ യൂണിഫോം പരിപാടിയൊക്കെ വന്നതോടുകൂടി കൈത്തറി മേഖലയിൽ നല്ല ഉണർവുണ്ട്. അതോടൊപ്പം തന്നെ സ്വകാര്യ കശുവണ്ടി മേഖലയിൽ തൊഴിൽ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ചില പദ്ധതികൾ, അത് ടാക്സിന്റെ കാര്യത്തിൽ അവരുടെ PF-ന്റെ കാര്യത്തിലും മറ്റൊരു ആനുകൂല്യം കൊടുക്കുന്ന സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. അത് ഈ ഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ചെയ്ത പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇനി ഒരു കാര്യം കൂടെ, അവസാന വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇതേ ഒരു വികസന തുടർച്ച തന്നെ ഉണ്ടാകും. തീർച്ചയായിട്ടും ഈ അവസാന വർഷം ഈ ചെയ്യുന്നതിന്റെ എല്ലാം ഒരു പൂർത്തീകരണം ഉണ്ടാവും എന്ന് മാത്രമല്ല, ജനങ്ങൾ ചിന്തിക്കുന്നത്, ഞാൻ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ തുടർച്ചയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാക്കിയത്. അതുകൊണ്ട് ഒരു 3ാം ഗവൺമെന്റ് കൂടി തുടർന്ന് വരാൻ പറ്റുന്ന തരത്തിലേക്കുള്ള പശ്ചാത്തലമുണ്ട് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. ജനങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ച് കേരളത്തിന് ആ നേട്ടം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് LDF നടത്തുന്നത്. ധനകാര്യമന്ത്രിയാണ് ആ 4 വർഷത്തെ പ്രവർത്തനങ്ങളും ഇനി ഒരു വർഷം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത രൂപം നൽകിയത്. കൊല്ലത്ത് നിന്ന് രതീഷ് മാടമ്പിശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.